ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 28 ബുധനാഴ്ചയാണ്. ഇന്നലെ US മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ പക്ഷേ ഷൈൻ ചെയ്തത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായിരുന്നു. റസൽ 2000 ആയിരുന്നു 1.34% ഉയർന്ന് ക്ലോസ് ചെയ്ത്. തുടർച്ചയായ നാലാമത്തെ ദിവസവും റസൽ 2000 പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ മിഡ് ക്യാപ് സെഗ്മെന്റ് അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. ഒരു കൺസോൾട്ടേഷൻ മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ വാർത്തകൾ നോക്കാനുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് മാർക്കറ്റ് ന്യൂസിൽ നോക്കാം. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. ചൈനയുടെ കയറ്റുമതി കുതിച്ചുയർന്നതിനാൽ ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള സ്റ്റീൽ ഇറക്കുമതി 6 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇന്ത്യയുടെ സ്റ്റീൽ ഉപഭോഗം 14.5% ഉയർന്ന് 6 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്ന് കണക്കുകൾ പറയുന്നു. ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ ഇന്ത്യ 6.7 ദശലക്ഷം മെട്രിക് ടൺ ഫിനിഷ്ഡ് സ്റ്റീൽ ഇറക്കുമതി ചെയ്തു. മുൻവർഷത്തെ അപേക്ഷിച്ച് 30% കൂടുതലാണിത്. കൂടാതെ ക്രൂഡ് സ്റ്റീൽ ഉപഭോഗം 13.5% ഉയർന്ന് 119 ദശലക്ഷം ടണ്ണുമായി. ഇനി കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ഫിനിഷ്ഡ് സ്റ്റീൽ 2.18 ദശലക്ഷം ടൺ, അതായത് 80% വർധനവാണ് കയറ്റുമതിയിൽ കാണുന്നത്. ദക്ഷിണ കൊറിയയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്, 2.15 ദശലക്ഷം ടൺ. സ്റ്റീൽ മില്ലുകൾ ഇറക്കുമതി നിയന്ത്രിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും ശക്തമായ ആവശ്യം കാരണം സ്റ്റീൽ മന്ത്രാലയം അത് എതിർക്കുകയാണ്. എന്തായാലും ഇമ്പോർട്ട് ചെയ്യുന്ന ചീപ്പർ ആയിട്ടുള്ള സ്റ്റീൽ, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള കോമ്പറ്റീഷൻ വലുതായി തന്നെ നേരിടുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് അത്ര നല്ലൊരു വാർത്തയല്ല ഇത്. മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യയിലെ ദേശീയപാതകളിലെ ടോൾ പിരിവ് ഇത് ആദ്യമായി 50,000 കോടി രൂപ കവിഞ്ഞു. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 10 മാസങ്ങളിൽ ഇന്ത്യയിലെ ടോൾ പിരിവ് 53,289.41 കോടി രൂപയിലെത്തി. ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ ശരാശരി പ്രതിമാസ കളക്ഷൻ 5,328.9 കോടി രൂപയായി. സർക്കാർ കണക്കുകൾ പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിലെ ടോൾ കളക്ഷൻ 62,000 കോടി രൂപ കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഓരോ വർഷത്തെയും ടോൾ കളക്ഷൻ നോക്കാം. 2018-19 സാമ്പത്തിക വർഷത്തിൽ 25,154.76 കോടി രൂപയും 2019-20 സാമ്പത്തിക വർഷത്തിൽ 27,637.64 കോടി രൂപയും 2020-21 സാമ്പത്തിക വർഷത്തിൽ 27,923.80 കോടി രൂപയും 2021-22 സാമ്പത്തിക വർഷത്തിൽ 33,907.72 കോടി രൂപയും 2022-23 സാമ്പത്തിക വർഷത്തിൽ 48,028.22 കോടി രൂപയുമാണ് കളക്ഷൻ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത ടോൾ കളക്ഷനുമായി ബന്ധപ്പെട്ട ധാരാളം കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. IRB ഇൻഫ്ര, അതുപോലെ L&T തുടങ്ങിയ ധാരാളം കമ്പനികൾക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മറ്റൊരു വാർത്തയുള്ളത് ഗഗൻയാൻ മിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാന്റെ ഭാഗമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട 4 ബഹിരാകാശ സഞ്ചാരികളുടെ പേരുകൾ ഫെബ്രുവരി 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തി. ഈ ഒരു ദൗത്യത്തിൽ നമ്മൾ മലയാളികൾക്ക് ഒത്തിരിയേറെ അഭിമാനിക്കാനുണ്ട്. കാരണം ഈ ദൗത്യത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഒരു മലയാളിയാണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. മറ്റ് അംഗങ്ങൾ അജിത് കൃഷ്ണൻ, അങ്കിത് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവരാണ്. ഗഗൻയാൻ മിഷൻ ഒത്തിരിയേറെ പ്രത്യേകതകളിലാണ്. റോക്കറ്റ് തകരാറിലായാൽ ക്രൂവിന് സുരക്ഷിതമായി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു പരീക്ഷണം വിജയിച്ചിരുന്നു. 2025 ഈ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റിയിലേക്ക് 22,198 76 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ IT ഓട്ടോ സെഗ്മെന്റുകളാണ് നേട്ടമുണ്ടാക്കിയത്. ഓയിൽ ആൻഡ് ഗ്യാസ്, ഫിനാൻഷ്യൽ സെഗ്മെന്റുകൾ ഇന്നലെ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി നെഗറ്റീവിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് റിക്കവറി ചെയ്തു. ഇപ്പോഴും 21,900 മുതൽ 22,300 വരെയുള്ള റേഞ്ചിലാണ് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉള്ളത്. ഹവർലി ബോളിഞ്ചർ ബാൻഡ് കോൺട്രാക്ട് ചെയ്യുന്നത് ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനെ സൂചിപ്പിക്കുന്നു. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. കൂടാതെ ഹവർലി മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കാം. അടുത്തത് ഡേ ക്യാൻഡിൽ. 2 ദിവസത്തെ കൺസോൾട്ടേഷന് ശേഷം ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ സ്ട്രൈക്കുകൾ ആദ്യം 23,000 അതിനുശേഷം 22,500 സ്ട്രൈക്കും അതിനുശേഷം 22,800 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 22,000 അതിനുശേഷം 21,500 സ്ട്രൈക്കും അതിനുശേഷം 22,100 സ്ട്രൈക്കുമാണ്.
ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,200 സ്ട്രൈക്കിൽ 42% വർധനമാണ് കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 13% വർധനമാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,250 സ്ട്രൈക്കിൽ 45% വർധനവ് പുട്ട് സൈഡിൽ കാണാം. അതായത് ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 9% വർധനമാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,150 സ്ട്രൈക്കിൽ 27% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് കോൾ സൈഡിലേക്ക് വന്നാൽ 5% ഇടിവാണുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ നടക്കുന്നത്. ഈ 3 സ്ട്രൈക്കുകളും പരിശോധിക്കുമ്പോൾ പുട്ട് സൈഡിനാണ് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലുള്ളത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,588 11 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 46,300 മുതൽ 47,400 വരെയുള്ള ഒരു സോണിനിടയിലാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 40-ഡേ മൂവിംഗ് ആവറേജ് ഉള്ള 46,300 എന്ന റേഞ്ച് ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും കയറുകയുണ്ടായി ബാങ്ക് നിഫ്റ്റി. എന്തായാലും 46,500 താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് മാറിയെന്ന് നമുക്ക് വിലയിരുത്താം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 45,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,500 സ്ട്രൈക്കിലും അതിനുശേഷം 45,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,500 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000 ഇന്ത്യ വിക്സിലേക്ക് 15.73 എന്ന നിലയിൽ 0.82% ഉയർന്നായിരുന്നു ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം വോഡാഫോൺ ഐഡിയ. ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻസ്ട്രുമെന്റുകൾ എന്നിവയുടെ സംയോജനത്തിലൂടെ 20,000 കോടി രൂപ വരെ ധനസമാഹരണത്തിന് വോഡാഫോൺ ഐഡിയ ബോർഡ് ചൊവ്വാഴ്ച അംഗീകാരം നൽകി. നിർദ്ദിഷ്ട ഇക്വിറ്റി സമാഹരണത്തിൽ പ്രൊമോട്ടർമാരും പങ്കാളികളാകും എന്ന് അവർ കൂട്ടിച്ചേർത്തു. മൊത്തത്തിൽ വോഡാഫോൺ ഐഡിയ ഏകദേശം 45,000 കോടി രൂപ ഇക്വിറ്റിയും കടവും ഇടകലർത്തി സമാഹരിക്കാനാണ് പദ്ധതിയിടുന്നത്. മറ്റൊരു വാർത്ത SJVN സംബന്ധിച്ചതാണ്. SJVN സബ്സിഡറി ഗ്രീൻ എനർജി ഗുജറാത്തിലെ ബനസ്കന്ദിയിൽ 100 മെഗാവാട്ടിന്റെ സൗരോർജ്ജ പദ്ധതി കമ്മീഷൻ ചെയ്തു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി മുനീഷ് ശാരദയെ ഫെബ്രുവരി 27 മുതൽ 3 വർഷത്തേക്ക് നിയമിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. മറ്റൊരു വാർത്ത M&Mനെ സംബന്ധിച്ചാണ്. മഹീന്ദ്ര താർ എർത്ത് എഡിഷൻ പുറത്തിറക്കി. വില 15.40 ലക്ഷം രൂപയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മറ്റൊരു കമ്പനി സലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ആണ്. 25,000 മെട്രിക് ടൺ സോളാർ സ്ട്രക്ചറുകൾ വിതരണം ചെയ്യുന്നതിനായി MS സെറ്റ്വർക്ക് ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 200 കോടി രൂപയുടെ ഒരു കരാർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി IIFL സെക്യൂരിറ്റീസ് ആണ്. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ലാഭവിഹിതം പരിഗണിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായി മാർച്ച് 15 ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി വിപുൽ ലിമിറ്റഡ്. ഫണ്ട് സമാഹരണത്തിനുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതിനായി മാർച്ച് 5 ബോർഡ് യോഗം ചേരും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കാനറ ബാങ്ക്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ലൈവ് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഏകദേശം 10 മണിയോടുകൂടി തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതിനുശേഷം 3:30 വരെയാണ് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. ആരും മിസ്സാക്കാതിരിക്കുക. മാത്രമല്ല നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് സ്വിംഗ് സെഗ്മെന്റിലേക്ക്. ഇന്നും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി 2 സ്വിംഗ് സ്റ്റോക്കുകളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് യൂനോ മിൻഡ ലിമിറ്റഡ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 669 ആണ്. ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 680, സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 690. ഇനി സ്റ്റോപ്പ് ലോസ് 650. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്ക് ആണ്. 536 ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇനി സ്റ്റോക്കിൽ ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 550, സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 575. സ്റ്റോപ്പ് ലോസ് 475. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പറഞ്ഞ 2 സ്റ്റോക്കുകളും ആരും തന്നെ ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അടുത്ത സെഗ്മെന്റിലേക്ക്. അടുത്തത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്.
സ്വിംഗ് സെഗ്മെന്റിൽ ഒരു ബമ്പർ ഹിറ്റായ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. വെറും ഒരു ദിവസം കൊണ്ട് 17% പ്രോഫിറ്റാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ ലഭിച്ചത്. സ്റ്റോക്ക് റെയിൽടെൽ ആയിരുന്നു. ഫെബ്രുവരി 26-നാണ് എൻട്രി എടുക്കുന്നത്. 412 എന്ന നിലയിൽ എൻട്രി എടുത്തു. 483 വരെ സ്റ്റോക്ക് അപ്പായി. 17% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ലാർസൻ ആൻഡ് ടുബ്രോ ആയിരുന്നു. ഫെബ്രുവരി 22-നായിരുന്നു സ്റ്റോക്കിൽ എൻട്രി എടുത്ത് 3305 എന്ന നിലയിൽ എൻട്രി എടുത്ത് 3500 വരെ സ്റ്റോക്ക് അപ്പായി. 5.90% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ICICI പ്രൊഡൻഷ്യൽ ഇൻഷുറൻസ് ആയിരുന്നു. സ്റ്റോക്കിൽ ഫെബ്രുവരി 20-നായിരുന്നു എൻട്രി എടുത്ത് 520 എന്ന നിലയിൽ എൻട്രി എടുത്തു. 539 വരെ സ്റ്റോക്ക് അപ്പായി. 3.50% പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ക്യാംസ് ആയിരുന്നു, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്. ഫെബ്രുവരി 23-ന് സ്റ്റോക്കിൽ എൻട്രി എടുത്തു. 3109 എന്ന നിലയിൽ എൻട്രി എടുത്ത് സ്റ്റോക്ക് 3223 വരെ അപ്പായി. 3.60% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്. ഫെബ്രുവരി 26-നാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 1881 എന്ന നിലയിൽ എൻട്രി എടുത്ത് 1915 വരെ സ്റ്റോക്ക് അപ്പായി. 1.80% പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് നെസ്ലെ ഇന്ത്യ ആയിരുന്നു. ഫെബ്രുവരി 23-നാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുക്കുന്ന പ്രൈസ് 2570. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 2600 ആയിരുന്നു. ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് ഇൻട്രാഡേയിൽ ഗംഭീര പ്രോഫിറ്റിലേക്ക് വന്നതും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളിലേക്കാണ്. ജംന ഓട്ടോ 120.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. 125 വരെ സ്റ്റോക്ക് അപ്പായി. 3.80% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഡൽഹി വെറി ആയിരുന്നു. 468.7 എന്ന നിലയിൽ എൻട്രി എടുത്ത് 485 വരെ സ്റ്റോക്ക് അപ്പായി. 3.40% പ്രോഫിറ്റായി ലഭിച്ചു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് TCS ആയിരുന്നു. 4000 CE മാർച്ച് എക്സ്പയറി ആയിരുന്നു പറഞ്ഞത്. ഇൻട്രാഡേയിൽ തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 162 എന്ന നിലയിൽ നമ്മൾ എൻട്രി എടുത്തു. 205 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 205-ന് മുകളിലേക്ക് നല്ല പ്രോഫിറ്റിലേക്ക് സ്റ്റോക്ക് പോയി. 26% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. ഒത്തിരിയേറെ സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റിൽ FIDA ആക്ടിവിറ്റിയാണ്. 1509 കോടി രൂപയ്ക്ക് വലിയൊരു സെല്ലിങ്ങിലേക്കാണ് ഇന്നലെ FIIs പോയത്. എന്നാൽ അതിലും വലിയൊരു ബൈയിങ്ങിലേക്കാണ് DIs കടന്നത്. 2861 കോടി രൂപയ്ക്ക് അവർ ബൈ ചെയ്തു. എന്തായാലും ഫെബ്രുവരി മാസത്തിലും FIIs സെല്ലിങ്ങിൽ തന്നെയാണ് എന്ന് പറയണം. അടുത്തത് US മാർക്കറ്റിലേക്ക്. ഇന്നലെ മിക്സഡ് ആയിട്ടാണ് US മാർക്കറ്റുകൾ റെഗുലർ ട്രേഡിംഗ് സെഷനിൽ ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.25% ഇടിഞ്ഞു. നാസ്ഡാക്ക് 0.37% ഉയർന്നു. S&P 500 0.17% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്നലെ അവിടെ വലിയ നേട്ടമുണ്ടാക്കിയത് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആയിരുന്നു. റസൽ 2000 1.34% ഉയർന്നത്. തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് റസൽ 2000 പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ സ്റ്റോക്കുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയത് ബിയോണ്ട് മീറ്റ്. റിസൾട്ടുകൾക്ക് ശേഷം ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ 78% സ്റ്റോക്ക് ഉയർന്നത്. ഡിവിഡൻഡും ബൈബാക്കും പ്രഖ്യാപിച്ചതോടെ eBay 2%-നടുത്ത് ഉയരുകയും ചെയ്തു. അടുത്തത് റേറ്റ് കട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെഡ് വാച്ച് ടൂൾ പ്രകാരം ജൂൺ മീറ്റിംഗിൽ 25 ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് 51.1% എന്ന് പറയുന്നു. വ്യാഴാഴ്ച പുറത്തു വരാനിരിക്കുന്ന PCE നമ്പേഴ്സ് ഇൻഫ്ലേഷനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന ഒരു ഡാറ്റ കൂടിയാണത്. അടുത്തത് US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. HDFC ബാങ്ക് 0.13% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.16% ഉയർന്നു. വിപ്രോ 0.16% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 0.05% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. മേക്ക് മൈ ട്രിപ്പ് 0.66% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.31% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.13% ഇടിവിലാണ്. S&P 500 0.05% ഇടിവിലും നാസ്ഡാക്ക് 0.07% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.23% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.76% നേട്ടത്തിലും, സ്റ്റോക്ക് 600 0.2% നേട്ടത്തിലും, FTSE 0.02% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അവിടെ സെഗ്മെന്റുകളിലേക്ക് വന്നാൽ മൈനിങ് സ്റ്റോക്കുകൾ 1.7% ഉയർന്നു. മീഡിയ സ്റ്റോക്കുകൾ 1.1% ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് CAC എന്നിവ 0.05% ഇടിവിലും, FTSE 0.06% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്
ചെറിയ ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയായിരുന്നു. ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് മുന്നോടിയായാണ് ചെറിയൊരു പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്ത്. ചൈനയിൽ നിന്നുമുള്ള മാനുഫാക്ചറിംഗ് പർച്ചേസേഴ്സ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരാനിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,242 എന്ന നിലയിലാണ്. 49 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമ്മുടെ മാർക്കറ്റായ നിഫ്റ്റിയിൽ ഇന്നൊരു 30 മുതൽ 40 പോയിന്റ്സിന്റെ ഒക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.13% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.55% ഉയർന്നും, സിംഗപ്പൂർ മാർക്കറ്റ് 0.29% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിനിടയിൽ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ 1.5% മുകളിൽ ഉയർന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $82.31 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.07% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.53 പെർ ബാരൽ എന്ന നിലയിൽ 0.43% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മിന്റ്, മണി കൺട്രോൾ, റോയിറ്റേഴ്സ് തുടങ്ങിയ ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഇവിടെ പറയുന്ന കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല എന്ന് പ്രത്യേകം പറയട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.